പറവൂർ വഴിക്കുളങ്ങര PYA വായനശാലയും കിഴക്കേപ്പുറം UP സ്കൂളും സംയുക്തമായി പുസ്തക പ്രദർശനവും ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി നടന്ന പരിപാടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി P.K. രമാദേവി ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക ലത ടീച്ചറുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ S. മണികണ്ഠൻ, N.K. മുരളീധരൻ, പുഷ്പമ്മ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. മലയാള ഭാഷയെ ആസ്പദമാക്കി നടത്തിയ ക്വിസ് മത്സരത്തിൽ 50ഓളം കുട്ടികൾ പങ്കെടുത്തു. നമ്മൾ ആശയവിനിമയം നടത്തുന്നത് വർത്തമാനം, വരമൊഴി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, വായ്മൊഴി, വരമൊഴിയൊക്കെ ഉണ്ടല്ലോ. ആദ്യമായിട്ട് മലയാള ഭാഷയ്ക്ക് ഒരു രൂപവും ഭാവവും നമുക്ക് സമ്മാനിച്ച ഒരു മഹത് വ്യക്തിയുണ്ട്. അന്ന് സംസ്കൃതത്തിലായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഈ കേരള ദേശം സംവദിച്ചുകൊണ്ടിരുന്നതും പുരാണങ്ങളും ഇതിഹാസങ്ങളും കൃതികളുമെല്ലാം രചിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് മനസ്സിലായി മലയാള ഭാഷയ്ക്ക് ഒരു രൂപവും ഭാവവും ഭംഗിയും വരുത്തണമെങ്കിൽ ഈ കൃതികളല്ല, സംസ്കൃതത്തിലുള്ള കൃതികളല്ല, മലയാള ഭാഷയിലൂടെ അറിഞ്ഞെങ്കിൽ മാത്രമേ അജ്ഞരായിട്ടുള്ള സംസ്കൃതം അറിയാൻ പാടില്ലാത്ത വ്യക്തികൾക്ക് കൂടി ഈ ഭാഷയിലൂടെ ആ എഴുതിയിരിക്കുന്ന കൃതികൾ എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നടക്കുകയുള്ളൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കി. സഹപ്രവർത്തകര് കഴിഞ്ഞ ദിവസം നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, കുഞ്ഞുമക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരാഴ്ച കൊണ്ട് തീർക്കാവുന്ന പരിപാടിയല്ല വായന എന്ന് പറഞ്ഞാൽ. വായന നമ്മളുടെ ഒരു ഡെയിലി റൂട്ടീനായിട്ട് എടുക്കണം. ഓരോ ദിവസത്തുള്ള ഡെയിലി റൂട്ടീൻ്റെ ഭാഗമായിട്ട് എടുക്കണം. നിങ്ങളെ കാണാൻ വന്നിരിക്കുക എന്താണെന്നറിയോ, കുറച്ച് കാര്യങ്ങൾ ലൈബ്രറി സെക്രട്ടറി പ്രസിഡന്റ് നിങ്ങളോട് പറഞ്ഞു അല്ലേ, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാം എന്നുള്ള ഉദ്ദേശത്തിലാണ് PYA ലൈബ്രറി നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നത്. അതായത് ഈ സമയത്തിന്റെ പ്രത്യേകത എന്താ? വായനയുടെ ഉത്സവം, വായനാ പക്ഷാചരണം എന്നൊക്കെ പറയും. 2 ആഴ്ചക്കാലം വായനയുടെ ഉത്സവം പല സംഘടനകളും സർക്കാരും ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജൂൺ 19-ാം തീയതി വായനാ വാരം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മൾ വായനാ വാരം സമാപനമാണ്. വായനാ വാരം സമാപനം അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നതായിരിക്കും വായനയൊക്കെ സമാപിച്ചെന്ന്. അതാണ് അതിൻ്റെ അർത്ഥം. വായന സമാപിച്ചെന്നല്ല, വായന. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഗോശ്രീ ന്യൂസുകൾ. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ന്യൂസുകൾ എപ്പോഴും യൂട്യൂബിൽ വരുന്നുണ്ട്. പുതിയ പ്രാദേശിക വാർത്തകളുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ഇതിൽ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ പ്രമോട്ട് ചെയ്യുക.